മമതയായിട്ട് സൂപ്പർ ഷെല്ലിന് ശേഷം ഉണ്ടായിരുന്ന സീൻ എങ്ങനെ ഉണ്ടായിരുന്നു, അർജുനായിട്ട് അങ്ങനെ. പക്ഷെ എനിക്ക് ഇവരായിട്ട് ഒരു സീനും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവരാരും ഒരു ബന്ധം ഉണ്ടായിരുന്ന സിനിമ എനിക്ക് അക്കീവിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നു. എൻ്റെ നല്ല സുഹൃത്താണ് മമിത. ഇപ്പോൾ ഓരോ സിനിമകൾ റിലീസാകുമ്പോഴും എന്നെ വിളിച്ചിട്ട് പടം കണ്ട് എനിക്ക് നല്ല അഭിപ്രായം തരുന്ന, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു അങ്ങനെ ചെയ്യുന്ന എൻ്റെ ഒരു നല്ല സുഹൃത്താണ് മമിത. Now the mic is open for the media. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഷൂട്ട് ചെയ്യാം. റെഡിയാണ് ആൻസേഴ്സിന്. ഇനി ഒരു സ്റ്റാർട്ടിംഗ് ടൈം ആണെങ്കിൽ ഐ സ്റ്റാർട്ട് ഓഫ്. എനിക്ക് ഫസ്റ്റ് ഇതിൽ ഭയങ്കര ഇംപ്രസീവ് ആയിട്ട് തോന്നിയത് ഹക്കീം ബ്രോയുടെ ലുക്കാണ്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്ക്. ഇപ്പോഴും ലുക്കാണ്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്തു? അത് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർട്ടിൻ ചേട്ടനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ പാട്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ വരാൻ വേണ്ടി ഞാൻ വേറൊരു പടത്തിന് വേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് ബോഡി വെയിറ്റ് കുറച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഈ മെലിഞ്ഞിരിക്കുന്ന ആ പോർഷൻ പ്രായമായിട്ട് ചിത്രീകരിക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് വെയിറ്റ് വെച്ച് ചെറുപ്പകാലം ചെയ്യാം എന്നുള്ളതായിരുന്നു തീരുമാനം. അത് കുഴപ്പമില്ലാണ്ട് വന്നു എന്ന് വിചാരിക്കുന്നത്. എല്ലാവരുടെയും എൻ്റെ മേക്കപ്പ് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഡയറക്ടറാണെങ്കിലും റൈറ്റേഴ്സ് ആണെങ്കിലും എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അവർ പറയും ഓരോ സജഷൻസ് പറഞ്ഞ് കുറച്ച് കൂലി കൊടുക്കാം. ഒരു ഓട്ടോക്കാരനാണ്. അപ്പോൾ അയാൾക്ക് എപ്പോഴും ജീവിതത്തിൽ ഒരു 10-20 വർഷമായിട്ട് ഓട്ടോ ഓടിക്കുന്നതിൻ്റെ ഒരു കൂനുണ്ടായിരിക്കും. കാരണം അയാളുടെ ഹൈ ലെവൽ പരിപാടി എപ്പോഴും അങ്ങനെയാണ്, ഓട്ടോയുടെ അകത്തെ ജീവിതം. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു ബോഡി ലാംഗ്വേജ് കൊടുക്കാമെന്നും പിന്നെ ഷൂട്ടിനാണെങ്കിലും എല്ലാവരും ഭയങ്കര എന്താ പറയുക ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ നമ്മൾ നോർമലി ഇല്ലാത്തതും വരുമ്പോൾ അറിയാണ്ട് നമ്മളിങ്ങനെ നിവർന്നു പോകുമല്ലോ. അപ്പോൾ വീണ്ടും വന്ന് ബാക്കിയുള്ളവർ പറയും ഇല്ല കുറച്ച് പുനിയാണ്ട് മറന്നുപോയി. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ടുള്ളൊരു സപ്പോർട്ടോടെയാണ് ഈ ക്യാരക്ടർ ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയില്ല. അതാണ് ബ്യൂട്ടിഫുൾ, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ ആ മൂവി കണ്ടവർക്ക് അറിയാം അല്ലേ, ട്രാൻസ്ഫോർമേഷൻ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഏത് ആർട്ടിസ്റ്റിനെ ആയിരിക്കും രണ്ടാമത് കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്നെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അതാ ഹക്കീം തന്നെയാണ് വന്നിട്ടുള്ളത്. മാസീവ് ട്രാൻസ്ഫോർമേഷൻ, അടിപൊളി. സോ നെക്സ്റ്റ് ഇതേപോലെ തന്നെ ഫാസിനേറ്റ് ചെയ്ത കാര്യമാണ് ശ്രീധന്യ മാമന്റെ ഒരു ആ ഒരു ഫേസ് കിടന്ന ആരുടെ ഐഡിയ ആയിരുന്നത്? ആരാണ് ശ്രീധന്യ മാമനെ കാസ്റ്റ് ചെയ്തത്? ശ്രീധന്യ മാമിന് ആക്ച്വലി ഞാൻ ശ്രീധന്യ മാമിൻ്റെ ഒരു ഹോർഡിങ് കണ്ടിട്ടുണ്ടായിരുന്നു സീരിയലിൻ്റെ. അപ്പോൾ എനിക്ക് ഭയങ്കര രസമുള്ള ഫേസ് ആണ് ശ്രീധന്യ മാമിന്. അപ്പോൾ അങ്ങനെ നോക്കി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അമ്മയുടെ ക്യാരക്ടർ വന്നപ്പോൾ ഞാൻ ശ്രീധന്യ മാമിൻ്റെ ഹിസ്റ്ററിയിൽ കയറിയിട്ട് ഇങ്ങനെ എപ്പോഴും സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പ്രൊഡ്യൂസേഴ്സിന് ഒരു 3-4 തവണ ശ്രീധന്യ മാമിൻ്റെ ഫോട്ടോസ് അയച്ചപ്പോൾ ഒന്നും എനിക്ക് റിപ്ലൈ തരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ രഞ്ജിത്തേട്ടനെ വൈകി വെച്ച് പിടിച്ച് നിർത്തിയിട്ട് ശ്രീധന്യ മാമിൻ്റെ ഫോട്ടോ അയച്ചു. ഇത് നമ്മുടെ അമ്മയുടെ ക്യാരക്ടർ ചെയ്ത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. എന്നിട്ട് ഞാൻ രഞ്ജിത്തേട്ടൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് ശ്രീധന്യ മാമിൻ്റെ ഇൻസ്റ്റയിൽ മൊത്തം സെർച്ച് ചെയ്ത് പോകുമ്പോൾ ഞാനൊരു ആഡ് കണ്ടു. ആഡ് ആക്ച്വലി ശ്രീധന്യ മാം അനുശ്വരി കൂടെ ഒരുമിച്ച് അഭിനയിച്ച ആഡായിരുന്നു. അപ്പോൾ ആ ആഡിൻ്റെ എന്റെ ഫ്രെയിമിൽ ഒരു ബസ്സിനകത്ത് ഇവർ രണ്ടുപേരും കൂടെ ഒരുപോലെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു മിഡ് ഷോട്ട് ഉണ്ട്. അപ്പോൾ ആ ഷോട്ട് ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ഇവർ രണ്ടുപേരുടെ ഫീച്ചേഴ്സ് ഏകദേശം ഒരുപോലെയാണ്, കാണാൻ ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ആ സ്ക്രീൻഷോട്ട് കിട്ടിയ മൊമെന്റിൽ എനിക്ക് മനസ്സിലായി പുള്ളിക്കാർ എന്തെങ്കിലും നമുക്ക് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ അപ്പം തന്നെ അത് രഞ്ജിത്തേട്ടൻ അയച്ചു കൊടുത്തു. രഞ്ജിത്തേട്ടൻ അവരോടെല്ലാം ഡിസ്കസ് ചെയ്തു. ഞങ്ങൾ റൈറ്റേഴ്സും ഞങ്ങളോട് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ആദ്യം അത് കൺവിൻസ്ഡ് ആയിരുന്നു. അവർക്കൂടെ കൺവിൻസ്ഡ് ആയി കഴിഞ്ഞ മൊമെന്റിൽ ശ്രീധന്യ മാമിനെ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ കണ്ടു, കഥ പറഞ്ഞു, ഇന്നായി. വണ്ടർഫുൾ. നെക്സ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ ശരത് സവേടാണ്. ശരത് പാലക്കാടൻ സ്ലാങ്ങിൽ നിന്നും ഈ കണ്ണൂർ സ്ലാങ് എങ്ങനെ പിടിച്ചു? കുറച്ച് കഷ്ടപ്പെട്ടോ അതോ നമുക്ക് ഏത് സ്ലാങ് പിടിക്കാനാണോ? അല്ല, കഷ്ടപ്പെട്ടു. പിന്നെ റൈറ്റേഴ്സ് ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ അവര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. ഇതിൽ ഫസ്റ്റ് ഡേ ഒരു സീൻ പറയുന്നില്ല, കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ചെയ്യുന്നത് കുറച്ച് ലെങ്ത് ഉള്ള ഡയലോഗായിരുന്നു. അപ്പം ജ്യോതിഷ് എന്നെ പ്രാക്ടീസ് ചെയ്തു. ഡയലോഗ് ഒരുവിധം സെറ്റാക്കിയിട്ട് പോയിട്ട് ഇത് ചെയ്ത് ടേക്കിന് മുമ്പിൽ വന്നിട്ട് ഫസ്റ്റ് ഷോട്ട് എടുത്തുട്ടോ. അപ്പോൾ എന്നെ ദൂരത്ത് കാണുന്നുണ്ട്. അടുത്ത വന്നിട്ട് ഈ സ്ലാങ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കോൺഫിഡൻസിലാണ്. ഓക്കെ, സ്ലാങ് പഠിച്ചു എല്ലാം സെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടായിരുന്നു. ഓക്കെ, സൂപ്പർ. നൗ ടു ദി മീഡിയ. ഇത് ഞാൻ മാത്രമാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു പോകുന്നത്. പ്ലീസ്.
ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ. അങ്ങനെ ഭയങ്കര ചിന്തിച്ച് ബോധപൂർവം എടുത്ത അങ്ങനെ എനിക്ക് എൻ്റെ അടുത്തേക്ക് ഈ ഇവര് ആക്ച്വലി അതിന് മുമ്പ് ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യണം. ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സിബി സാറിന്റെ പ്രൊജക്റ്റിലൂടെയാണ് ഞാനൊരു നടിയായി മാറുന്നത്. ഞാനൊരു ഒരു ഒരു നടിയായിട്ട് ഒരു സംഭവം അഭിനയിച്ച് ഞാൻ ആദ്യമായിട്ട് ഒരു ശമ്പളം മേടിച്ചത് സിബി സാറിന്റെ കയ്യിൽ നിന്നാണ്. അപ്പോ അങ്ങനെ ഒരു ബന്ധമുണ്ട് എനിക്ക് അദ്ദേഹമായിട്ട്. അപ്പോ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞാൻ 11th പഠിക്കുമ്പോഴാണ്, 11th കയറുന്നത്, 10th എഴുതിയിരിക്കുമ്പോഴാണ് ആ ഒരു സംഭവം ഞാൻ സീരിയൽ അത് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രൊജക്റ്റിലൂടെ വീണ്ടും അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിന്റെ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റി. അപ്പൊ സിൽസാവ് ത്രൂ ആണ് ഞാൻ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് ഇതിനെക്കുറിച്ച് ഞാൻ അറിയുന്നതും. എന്നിട്ട് ഇവര് വീട്ടിൽ വന്ന കഥയൊക്കെ പറഞ്ഞു. കഥ കേട്ട മൊമെന്റ് തന്നെ ഞാൻ വളരെ എൻജോയ് ചെയ്തു, ആസ്വദിച്ച് തമാശകൾക്കൊക്കെ പൊട്ടിച്ചിരിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത്. എന്നാൽ അതിന് വേണ്ട എനിക്ക് മനസ്സിലായി ഇതൊരു നല്ല പ്രൊജക്റ്റായിട്ട് വരും, ഇതൊരു നല്ല സ്റ്റോറിയാണ്, സംസാരിക്കേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നി. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു ഫാക്ടർ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പൊതുവായിട്ട് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കുമ്പോൾ മകന് പ്രേമിക്കാം, അപ്പനെ പ്രേമിക്കാം, പക്ഷെ അമ്മയ്ക്കൊരു പ്രേമം ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അതങ്ങ് ഡൈജസ്റ്റ് ആവാൻ പറ്റാത്ത ഒരു ഇത് കാണുമല്ലോ നമ്മളെപ്പോഴും. അപ്പോൾ സിനിമയിലൊക്കെ ആണെങ്കിലും ഒരു മകന്റെ പ്രേമം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യമേ പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ അമ്മയ്ക്ക് പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നു, ആ പെർസ്പെക്റ്റീവിൽ ഒന്നും അങ്ങനെ വന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ അത് വന്നാൽ നന്നായിരിക്കും, അതൊരു പുതുമ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് ഈ കഥയുടെ കാര്യം കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ അങ്ങനെ എനിക്ക് എന്റെ ക്യാരക്ടർ മീര എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറും എനിക്ക് ഫ്യൂ സീൻസ് ആണുള്ളത്. ബട്ട് അത് എന്നെയും എല്ലാ കഥാപാത്രങ്ങളെയും നോട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ആണ് എഴുതി വെച്ചിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ എടുത്തും വന്നിട്ടുണ്ട്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ആ ഒരു ഇൻഡ്യൂഷൻ തോന്നിയത് ഇതൊരു നല്ല സംഭവമായിട്ട് വരും എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഞാനും ഇന്നായി. എല്ലാവരും ഒരു എന്താ പറയുന്നത്, ഈ ചോദിച്ച പോലെ തന്നെ ഒരു ചേഞ്ച് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അങ്ങനെ ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തെങ്കിൽ അത് ഒത്തിരി ഒത്തിരി എന്താ പറയുന്നത് സന്തോഷം. താങ്ക് യു. താഴെ 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 പ്രസിദ്ധം. അനശ്വര, മൈക്ക് പോലുള്ള സിനിമ കഴിഞ്ഞതിന് ശേഷം കമ്മിറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഭയങ്കര നാടൻ കഥാപാത്രം. ഈ ഒരു സിനിമ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? കാരണം ഇപ്പം മീൻ ചേച്ചിക്ക് സിബിചേട്ടൻ ആദ്യമായിട്ട് സിബിചേട്ടൻ്റെ സിനിമയിലൂടെ വന്ന പോലെ ഞാൻ വന്നത് മാർട്ടിൻ സാറിൻ്റെ സിനിമയിലൂടെയാണ്. ഞാൻ ആദ്യമായിട്ട് നടിയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ സാലറി പറഞ്ഞ മാർട്ടിൻ സാറിൻ്റെ സിനിമയിലൂടെയാണ്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഇതിലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വിളിച്ചത് മാർട്ടിൻ ഈ പടത്തിലേക്ക് ഇങ്ങനൊരു നല്ല കഥയായിരിക്കും, നീ ചെയ്തത് നന്നായിരിക്കും എന്ന് പറഞ്ഞത് മാർട്ടിൻ സാറാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കഥ പിന്നെ എനിക്ക് സ്റ്റോറിയാണ് എനിക്ക് ഭയങ്കര കാച്ചിങ് ആയിട്ട് തോന്നിയത്. ഇതിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ ആ ഒരു അനുശ്രീ എന്നുള്ള ഒരു കഥാപാത്രമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. ഇപ്പം ചില സമയം നമുക്കൊരു നമ്മൾ ഫുൾ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ ഒരു സിനിമയിൽ മൊത്തമുള്ളൊരു കഥാപാത്രം ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കൊരു ആൾക്കാർക്ക് നമ്മളെ ഓർമ്മിച്ച് ഇഷ്ടപ്പെടുന്ന ഒരു 1-2 നല്ല കുഞ്ഞു കഥാപാത്രങ്ങളായാലും നല്ലതാണ്. അങ്ങനെയായിരുന്നു എനിക്ക് അനുസരിക്കാൻ തോന്നിയത്. എനിക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഫീല് തന്നെയായിരുന്നു എനിക്ക് പടം ചെയ്തപ്പോഴും റിലീസായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴും എനിക്ക് അതേ ആ ഒരു കേട്ട ഫീലോടെയാണ് ഞാൻ ഇറങ്ങിയത്. അത്രയും നല്ലൊരു സ്റ്റോറിയും അത്രയും നല്ല ഒരു എന്താ പറയുക, നമ്മളെ ഹൃദയം നിറച്ച അല്ലെങ്കിൽ അതൊരു എന്താ പറയുക നമ്മളൊരു ഹൃദയം നിറഞ്ഞൊരു സിനിമയായിരുന്നു ഇതിലത്തെ പ്രണയവിലാസം എന്ന സിനിമയും അല്ലെങ്കിൽ അതിലത്തെ അനുശ്രീ എന്നുള്ള കഥാപാത്രവും. അത് തന്നെയായിരുന്നു അതിനുള്ള കാരണം. അപ്പം ഇതിനകത്ത് കുറെ അധികം പ്രണയങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ എഴുത്തുകളിൽ കൂടെ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് അല്ലെങ്കിൽ ആൾക്കാർ പറഞ്ഞത് ഹക്കീം ഷായുടെയും അനുശ്രീയുമായിട്ടുള്ള ക്യാരക്ടറിന്റെ പ്രണയമാണ്. അപ്പം ഈ കഥ കേട്ടപ്പോൾ ഇത്ര കേൾക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഹുക്ക് ഉണ്ടാവും, ഏതെങ്കിലും ഒരു ക്യാരക്ടർ ക്ലിക്ക് ആവും എന്നുള്ളതാണ്. വളരെ കുറച്ച് സമയം വന്നു പോകുന്ന അല്ലെങ്കിൽ ആ ഇമോഷൻസ് വളരെ കുറച്ച്, ഏറ്റവും ലാസ്റ്റത്തെ ഇമോഷൻസ് ആണെങ്കിൽ പോലും
വളരെ ക്ലോസ് ആയിട്ട് കുറച്ച് സമയത്ത് മാത്രം ഇടുന്ന സംഭവങ്ങളാണ്. അപ്പോൾ ആ ക്യാരക്ടർ വർക്കാവും അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകരുടെ എന്നുള്ള ഒരു റെസ്പോൺസ് എങ്ങനെയാണ് ഹക്കീം ഷാ എന്ന ആക്ടർ കൈകാര്യം ചെയ്യുന്നത്? ഞാനത് പ്രതീക്ഷിച്ചിരുന്നു എന്നറിയാം. അങ്ങനെ സിനിമ മൊത്തത്തിൽ ഞാനങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് അറിയായിരുന്നു എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ചെറിയൊരു ധാരണ ഉണ്ടായിരുന്നു. ആ ഒരു പരിപാടിയിൽ അയാൾ അനുഭവിക്കുന്ന പ്രശ്നം എന്തായിരിക്കും എന്നുള്ള ഒരു ധാരണയുണ്ട്. കാരണം എനിക്ക് ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ. അപ്പോൾ ആ ഒരു പെയിൻ എന്താണെന്ന് നമ്മൾ കാണുമല്ലോ. അപ്പോൾ അത്രയുള്ള തരത്തിലുള്ള ആ കഥാപാത്രത്തിന് എന്ത് കൊടുക്കേണ്ടതെന്നുള്ളൊരു ധാരണ മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഈ കഥാപാത്രം ഇതുപോലെ വർക്കാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് സ്ക്രിപ്റ്റിലെ ഡയലോഗ് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അത് നമ്മൾ കയ്യിലെടുത്തിട്ട് ഡയലോഗൊന്നുമില്ല, പക്ഷെ ചില്ലറ നോട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഇംപ്രൈസേഷൻ അങ്ങനെ വന്നിട്ടുണ്ടോ, അതെല്ലാം വിഷ്വലൈസ് ഇത്രയും ഭംഗിയായിട്ട് ഒപ്പിയെടുക്കുന്നൊന്നും ഞാൻ വിചാരിച്ചതുമില്ല. പിന്നെ അർജുനും ഞാനും തമ്മിലെ കോംബോ ഇങ്ങനെ പുറത്ത് പറയുന്നുണ്ടെങ്കിൽ അത് ഒരു പക്ഷെ എനിക്ക് അത് അത്ഭുതമായി തോന്നിയില്ല. കാരണം ഷൂട്ടിങ് തുടങ്ങിയിട്ട് ഒരു 3-ാം ദിവസം തന്നെ അർജുനും ഞാനും എത്ര കാലം മുമ്പ് ബന്ധുവിലൊക്കെ ഒരു ബന്ധം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. അത് ആക്ച്വലി ഞാൻ അങ്ങനെയൊന്നും ഉണ്ടാക്കിയല്ല. എനിക്കൊന്ന് അർജുൻ കുറെ കൂടി ഇങ്ങോട്ട് എന്നോട് ഇടപെട്ടിട്ട് അങ്ങനത്തെ ഒരു കോംബോ ഉണ്ടാക്കിയെടുത്താണ്. അത് തികച്ചും അർജുൻ്റെ ഒരു കഴിവായിട്ടാണ് ഞാൻ ഈ ചോദിച്ചുകൊണ്ട് കൂടെ പറഞ്ഞതല്ല, ഞാൻ വീട്ടിൽ നിന്ന് വൈഫായി പറഞ്ഞില്ല. അർജുൻ ഇത്ര ഈസി ആയിട്ട് ഇങ്ങനെ എടുത്തു എന്നെല്ലാം പറഞ്ഞതൊക്കെ അങ്ങനെ പലപ്പോഴും എന്താ പറയാ, സത്യം പറഞ്ഞാൽ ഈ ഷൂട്ടിങ്ങിന് എന്റെ ദൈവം വന്നു എഴുതി എന്ന് എന്റെ മൂത്തമോട്ടം ദേവരിൽ നിന്നാണ് അങ്ങനെയൊക്കെ തോന്നിയ സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് ഇങ്ങനെ കണ്ടുവന്നത്. ബേസിക്കലി ഈ ഫിലിം ഡിസ്കസ് ചെയ്യുന്ന ആ ഒരു കഥ, ആ ഒരു പ്രണയം എന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് നമുക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അത് നന്നായി വരും എന്നുള്ളൊരു ഇൻറ്റ്യൂഷൻ ആദ്യമേ മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് തിയേറ്ററിൽ വന്നു, എല്ലായിടത്തു നിന്നും നല്ല റെസ്പോൺസുകൾ കിട്ടി. ക്യാരക്ടേഴ്സിനെ എടുത്തെടുത്ത് പേരെടുത്ത് പറഞ്ഞ് എല്ലാവരെയും കണ്ട ആളുകൾ എല്ലാവരും ഓർത്തിരിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള മൊമെന്റ് ആണ്. നമ്മൾ ആഗ്രഹിച്ച പോലെ നല്ലൊരു സക്സസ് ആക്കി മാറ്റി. എല്ലാ താങ്ക്സും പറയാനുള്ളത് ഓഡിയൻസിന്റെ അടുത്താണ്. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മള് എല്ലാവരും ജെന്യുവൻ ആയിട്ട് മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ആ പടം ഒന്ന് പോയി കാണും കേട്ടോ. നമ്മൾ പടമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാരൊന്നും അല്ല, നോർമൽ ആൾക്കാര്. അവർക്ക് പടം കണ്ടു ഇഷ്ടമായി, എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് ഇതുപോലെ സജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഒരു എന്താ പറയുന്നേ, സന്തോഷം ആഡ് ഓൺ ആയ കാര്യങ്ങളാണ്. യെസ്, അത്രേ ഉള്ളൂ. എനിക്ക് എന്താ പറയാ, പടം കാണാത്ത ആൾക്കാരോട് ഒരുപാട് പറയാൻ സാധിക്കില്ല. പക്ഷെ എനിക്ക് ഈ കഥാപാത്രം എന്നോട് ആദ്യമേ പറയുന്നത് കഴിഞ്ഞ വർഷമാണ്. കഴിഞ്ഞ വർഷം മാർട്ടിൻ സാർ ഈ കഥാപാത്രം പറയുമ്പോൾ ഇങ്ങനൊരു പരിപാടിയുണ്ട്, നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ട് തോന്നി. ഭയങ്കര ചാലഞ്ചിങ് ആണെന്ന് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു. പക്ഷെ എന്നെ വിശ്വസിച്ച് ഈ കഥാപാത്രം എന്നെ ഡയറക്ടറിനും റൈറ്റേഴ്സിനും പ്രൊഡ്യൂസേഴ്സിനുമാണ് എനിക്കെന്നെ നന്ദി പറയാനുള്ളത്. എൻ്റെ DOP ഷിനോസിന്, എല്ലാവരോടും. അതെന്തായാലും നന്നായി വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മെയിൻ കാരണം ആ ക്യാരക്ടറിനെ എങ്ങനെ പോർട്രേ ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് സുനുവും ജ്യോതിഷും അത് ഭംഗിയായിട്ട് എഴുതി. നമ്മുടെ ഡയറക്ടർ, നല്ലൊരു ടീം. എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്തതിൽ ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ടീം ഞാൻ എപ്പോഴും പറയും, അതെനിക്ക് മറക്കാൻ പറ്റില്ല. അത്ര നല്ലൊരു ടീമായിരുന്നു അത്. അതുപോലെ തന്നെ ക്യാമറാമാൻ, കോൺഫിഡൻസ് ഇല്ലാത്ത എനിക്ക് ഇങ്ങനെ തന്നെ അഭിനയിച്ചാൽ മതി, മേക്കപ്പ് ഇല്ലാതെ, ഇതാണ് നല്ലത് ചേച്ചിക്ക് എന്ന് പറഞ്ഞ് എനിക്ക് കോൺഫിഡൻസ് തന്ന്. അതുകൊണ്ട് എനിക്കറിയില്ല, എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് പ്രണയവിലാസം. അത് സക്സസ് ആയി എന്നും കൂടി അറിയുമ്പോൾ ആ സന്തോഷത്തിൻ്റെ മധുരം ഒരുപാട് ഇരട്ടിക്കും.
എല്ലാവരോടും നന്ദിയുണ്ട്. ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് അവരും അതുപോലെ തന്നെ ദൈവാനുഗ്രഹം ഇവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഇത്ര നല്ലൊരു ആക്ടർ മനോജേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ പറ്റി. ഒന്നുമായിട്ട് കോമ്പിനേഷൻ ഉണ്ടായില്ല, ചെറുതായിട്ടുണ്ടായി. അനശ്വരയായിട്ട് ഒട്ടും ഉണ്ടായിട്ടില്ല. സിനിമ കണ്ടവർക്ക് അറിയുന്നത് എന്തുകൊണ്ടാണ്. അപ്പോൾ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇതേപോലെ ധന്യ ചേച്ചിയുടെ സീൻ, അമ്മയുടെ സീനൊക്കെ എടുത്തായിട്ടാണ് എൻ്റെ എടുക്കുന്നത്. പക്ഷേ ശരിക്കും സിനിമയിൽ നോക്കി കഴിഞ്ഞാൽ ഈ അനുശ്രീ ഇങ്ങനെ ഞാൻ കഴിഞ്ഞ് വലുതായിട്ടാണ് ധന്യ ചേച്ചിയിലോട്ടേക്ക് എത്തുന്നത്. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഒരു കോളേജിൽ ഒരു സീൻ എടുക്കുമ്പോൾ തന്നെ എന്നോട് ഷിനോസേട്ടൻ പറഞ്ഞു, അനുഷ്ഠ അത്ര കയറണ്ട, കുറച്ച് ലൈറ്റ് ആക്കാം ഷിനോസേട്ടൻ ഇങ്ങനെ. അപ്പോൾ എനിക്കത് പറഞ്ഞിരുന്നില്ല. എനിക്ക് പറഞ്ഞു തന്നിരുന്നത് ഷിനോസേട്ടനായിരുന്നു. അതായത് അനുഷ്ഠ അത്ര കയറണ്ട എന്ന് പറഞ്ഞു. അതായത് എനിക്ക് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ധന്യ ചേച്ചിയുടെ ഒരു മീറ്റർ അല്ലെങ്കിൽ അങ്ങനെ പിടിച്ചു പോയാൽ മതി. പക്ഷെ സിനിമയിലോട്ട് എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വലുതായിട്ട് അല്ലെങ്കിൽ കല്യാണശേഷം വരുന്ന ഒരു മകനൊക്കെ ആയി കുടുംബജീവിതം നയിക്കുന്ന അനുശ്രീയും ഒരു 18-19 വയസ്സുള്ള അനുശ്രീയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി ഒരു അതിൽ നിന്ന് എങ്ങനെയാണ് മാറുന്നത്, ഒരു കുടുംബജീവിതം വരുമ്പോൾ എങ്ങനെയാണ് മാറുന്നത്, ഭയങ്കര ഡിഫറെൻ്റ് ആണ്. അപ്പം എനിക്ക് ഞാൻ ഫസ്റ്റ് ചോദിച്ചിരുന്നു, എനിക്ക് എഡിറ്റ് ഒന്ന് കാണണം, എനിക്ക് എങ്ങനെയാണ് ആ ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ എനിക്കതത്ര പാടായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇതേപോലെ തന്നെ ആ വ്യക്തി വലുതായിട്ടാണ് പിന്നെ എന്താ പറയുക വലിയ പാടായിട്ട് എനിക്ക് തോന്നിയില്ല. പടത്തിൽ വർക്ക് ചെയ്ത ആൾക്കാർ ആദ്യമായിട്ടാണ് നമ്മളൊരു പ്രൊമോഷന് വേണ്ടി ഇരിക്കുന്നത്. ഇപ്പൊ ധന്യ ചേച്ചിയുടെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ ഹക്കീം ഇപ്പം ഷൂട്ട് കഴിഞ്ഞ ആദ്യമായിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അർജുനും മമതയ്ക്ക് ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇത് കുറേ പേര് ബാക്കിൽ ഇരിക്കുന്നുണ്ട്. നമ്മുടെ ക്യാമറമാൻ ഷിനോസേട്ടൻ, സുനു, ജോഷേട്ടൻ, ബിനിച്ചേട്ടൻ, പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ബാക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം പടത്തിലാദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ടെക്നിക്കൽ ബാക്കി വർക്ക് ചെയ്ത ആൾക്കാരാണ്. അതായത് എന്നെ പടത്തിൽ വിളിക്കുന്നത് ഫസ്റ്റ് മാർട്ടിൻ സാറാണ്. ഇങ്ങനൊരു കഥയെ പറ്റി സംസാരിക്കുന്നതും ഇതൊരു സിനിമയുണ്ട്. അപ്പം തന്നെ ഞാൻ എന്താ പറയുക റെഡി ആയിരുന്നു പടത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഥ വന്ന് പറയുമ്പോൾ ഉള്ളിൽ ഇതിൻ്റെ ക്യാരക്ടർ എനിക്ക് പറഞ്ഞപ്പോൾ തന്നെ ഉള്ളിലൊരു കുത്തുന്ന ഒരു ഫീലായിരുന്നു. എന്താ പറയുക, എനിക്ക് എവിടെയോ ഒരു സിനിമ കണ്ടിട്ട് ഇപ്പോൾ ആൾക്കാർ പറയുന്ന ഒരു ഉള്ളിൽ കല്ല് വെച്ച ഒരു ഫീൽ ഉണ്ടെന്ന് പറയുന്ന പോലെയായിരുന്നു എനിക്ക് കഥ കേട്ടപ്പോഴും. ഞാൻ ഫസ്റ്റ് ഡേ ലൊക്കേഷനിലെത്തി. അപ്പം എനിക്കറിയാം ടെക്നിക്കൽ ക്രൂ, അതായത് എന്താ പറയുക ഫസ്റ്റ് ടെക്നിക്കൽ ക്രൂ ഒക്കെ പുതിയ ആൾക്കാർ. നിഖിലേട്ടൻ്റെ ഫസ്റ്റ് വേർഡാണ്, നമ്മുടെ എഡിറ്ററുടെ ഫസ്റ്റ് വേർഡാണ്, ക്യാമറാമാൻ്റെ ഫസ്റ്റ് വേർഡാണ്, റൈറ്റേഴ്സിൻ്റെ ഫസ്റ്റ് വേർഡാണ്. അപ്പോൾ എല്ലാവരുടെയും ഫസ്റ്റ് വേർഡാണ്. പക്ഷെ ലൊക്കേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര കൂളായിട്ടുള്ള ഭയങ്കര രസത്തിൽ നമ്മളെല്ലാം ഇപ്പം ഈ പടത്തിൽ എല്ലാവരും ചോദിച്ചാൽ തന്നെ പറയുന്നത് അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു സെറ്റായിരുന്നു നമ്മുടെ പ്രണയവിലാസത്തിൻ്റെ ഒരു സെറ്റ്. അപ്പം അത്രയും എൻജോയ് ചെയ്ത് അത്രയും ഭയങ്കര അടിപൊളിയായിട്ട് പോയൊരു സമയമായിരുന്നു. എനിക്ക് തീർന്നത് പോലും അറിഞ്ഞില്ല ആ ഒരു ഷൂട്ടിൻ്റെ സമയം എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്നും എൻ്റെ ഹൃദയത്തോട് ഭയങ്കര അടുത്ത് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അനുശ്രീ. എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞ റീസെൻ്റ് എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അതായത് ഫ്രണ്ട് പടം കണ്ടിട്ടില്ല, പക്ഷെ കൂടുതൽ ആൾക്കാരൊക്കെ ഇങ്ങനെ ഒന്നും കൂടി കാണണം എന്നൊക്കെ ഉണ്ട്. അതൊക്കെ കേൾക്കുമ്പം ഒരുപാട് സന്തോഷം, പടം കാണാൻ തോന്നുക. അല്ലെങ്കിൽ ഇതിൽ എല്ലാ ക്യാരക്ടറിനെ പറ്റി ആൾക്കാർ പറയുന്നുണ്ട്. അതിൽ എല്ലാ ക്യാരക്ടറും വെൽ റിട്ടൺ ആണ്, അല്ലെങ്കിൽ എല്ലാത്തിനെ പറ്റി എല്ലാ ക്യാരക്ടേഴ്സും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് മറ്റൊരു എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ട്. അപ്പം ഈ പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും പടം പോയി കാണാം. അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. നമ്മുടെ എല്ലാ പ്രൊമോഷനും ചോദിക്കുന്നതായിരുന്നു ഈ പറഞ്ഞ പോലെ, നീലേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ഈ ക്യാരക്ടറൊക്കെ റിവീൽ ചെയ്യുന്നതിന് മുന്നേ എന്നോട് എല്ലാ ഇന്റർവ്യൂവിലും ചോദിച്ചുകൊണ്ടിരുന്നതാണ് മമതയായിട്ട് സൂപ്പർ ഷെല്ലിന് ശേഷം ഉണ്ടായിരുന്ന സീൻ എങ്ങനെ ഉണ്ടായിരുന്നു, അർജുനായിട്ട് എങ്ങനെ. പക്ഷെ എനിക്ക് ഇവരായിട്ട് ഒരു സീനും ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇവരാരായിട്ടും ഒരു ബന്ധം ഉണ്ടായിരുന്നു സിനിമ. എനിക്ക് അക്കീവിന് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഈ സിനിമ ഒരുമിച്ച് കോമ്പിനേഷൻ സീൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ പക്ഷെ എൻ്റെ നല്ല സുഹൃത്താണ് മമിത. ഇപ്പോൾ ഓരോ സിനിമ റിലീസാകുമ്പോഴും എന്നെ വിളിച്ചിട്ട് പടം കണ്ട് എനിക്ക് നല്ല അഭിപ്രായം തരുന്ന, അല്ലെങ്കിൽ ഞാൻ തിരിച്ചു അങ്ങനെ ചെയ്യുന്ന എൻ്റെ ഒരു നല്ല സുഹൃത്താണ് മമിത. ഓപ്പറേഷൻ
പ്രതീക്ഷിച്ച ആൾക്കാരുണ്ടായിരുന്നു. അല്ല അത് വെച്ചൊരു പപ്പാട്ട് പ്ലാൻ ചെയ്താലോ എന്നാല്. അല്ല അത് ഈ സ്ക്രിപ്റ്റ് ഞാൻ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ നിഖിലോട് പറഞ്ഞു, അല്ല ഇതിന്റെ പ്രണയം എങ്ങനെ വർക്കൗട്ട് ആവും എന്നാണ് ചോദിച്ചത്. അപ്പൊ നിഖില് പറഞ്ഞു, മനോഹര അത് നമുക്ക് ബുദ്ധിമുട്ടില്ല, മറ്റെല്ലാം നോക്കുകയാണെങ്കിൽ പ്രണയം നിങ്ങൾക്ക് വർക്കൗട്ടാക്കി നമ്മൾ എടുത്തോളാം എന്ന് നിഖില് പറഞ്ഞു. അങ്ങനെയാണ് അത് ഉണ്ടായത്. പിന്നെ എന്താ പറയാ, ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ഈ പറഞ്ഞൊക്കെ നല്ലൊരു എന്താ സംസാരിച്ചിട്ട് നല്ലൊരു അടുപ്പായി. അപ്പൊ നമുക്ക് സീനിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇത് എന്നെ കംഫർട്ടാക്കി പലപ്പോഴും ഞാൻ പറയാ എന്താ വെച്ചാൽ മലയാള സിനിമയിൽ ഞാൻ അടുത്ത കാലത്തായിട്ടാണ് ചെയ്തത്. ഇവർക്ക് ഞാൻ വെള്ളത്തിലേക്ക് കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ അർജുൻ എന്നെ കംഫർട്ടാക്കി, ഇപ്പം നീ എന്നെ കംഫർട്ടാക്കി എന്നുള്ള പറയുന്നത് കൊണ്ടാണ്. അങ്ങനെ ഫസ്റ്റ് ഷൂട്ടിൽ നിന്ന് തൊട്ട് മുന്നേ തന്നെ, ഷോട്ടിൽ നിന്ന് തൊട്ട് മുന്നേ തന്നെ നമ്മൾ സംസാരിക്കുകയും അപ്പം എനിക്ക് ആ ഒരു ഭയം മാറിക്കിട്ടും. അത് മാറിക്കിട്ടില്ല. അങ്ങനെയാണ് എന്താണ് നിങ്ങൾ എന്റെ കാഴ്ചകൾ കണ്ടത് എന്ന് പറയുന്നത്. വെറുതെ വലിയ ഡയലോഗ് പറയണം, ഭയം മാറി കിട്ടിയെന്നൊക്കെ. ഇതിന് ഒരു ഭയവും ഒന്നുമില്ലായിരുന്നു. ഇടയ്ക്ക് വെറുതെ ഇങ്ങനെ എന്തോ കളിയാക്കാനാണോ കുത്താനാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ സീനിയർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഇടയ്ക്ക് ഡയലോഗ് അടിക്കും. പക്ഷെ ആള് ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് പുലിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒത്തിരി വർത്താനം പറയായിരുന്നു. നമ്മള് ലൈറ്റപ്പിന്റെ ടൈമിലും അല്ലാത്ത സമയത്തൊക്കെ ഞാനെപ്പോഴും എന്റെ കൂടെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സിന്റെ അടുത്ത് ഞാനെപ്പോഴും വർത്താനം പറയാറുണ്ട്. ടെക്നീഷ്യൻസ് ആണെങ്കിലും ഞാൻ സ്പോട്ടിൽ എൻ്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ വർത്താനമൊക്കെ പറഞ്ഞു നിൽക്കും. അതേപോലെ ഞങ്ങള് ഇടയ്ക്ക് കിട്ടുന്ന ടൈമിലൊക്കെ ഞാനും മനോജേട്ടനൊക്കെ കുറേ വർത്താനമൊക്കെ പറയായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ സീൻസ് ആണെങ്കിലും നമ്മൾ ആക്ച്വലി നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. റൈറ്റേഴ്സ് വന്നിട്ട് നമ്മുടെ അടുത്ത് സീനൊക്കെ വന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഇതിൽ ചേട്ടനാണെങ്കിലും വന്ന് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. എന്നിട്ട് നമ്മൾ തമ്മിൽ ഡയലോഗ്സ് ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കും. എന്നിട്ട് പിന്നെ മനോജേട്ടന്റെ സൈഡിൽ നിന്ന് ഞാൻ എന്റെ സൈഡിൽ ഇങ്ങനെ ഓരോന്ന് വർക്ക് ചെയ്യും, ചേട്ടനും ചേട്ടന്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ ആലോചിക്കുകയൊക്കെ ചെയ്യും. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ മനോജേട്ടൻ ഇങ്ങനെ പറയും, ഞാനപ്പോ ഒരു നോട്ടം നോക്കും, അപ്പൊ എന്നെയും നോക്കുവോ, അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലാനിങ് ഒക്കെ എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മനോജ് ചേട്ടൻ. അത് ഞാൻ നോട്ടീസ് ചെയ്തായിരുന്നു. ശരിക്കും എന്താ പറയുക, ഭയങ്കര നാച്ചുറലി അങ്ങോട്ട് ആക്ഷൻ പറയുമ്പോഴത്തേക്കും അങ്ങനെ ചെയ്യുന്നത് മാത്രമല്ലാതെ ആളുടെ മനസ്സിൽ ആൾ പ്ലാൻ ചെയ്യും, ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആണ് മനോജ് ചേട്ടൻ എന്ന ആക്ടർ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സ് നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്ന എനിക്കിഷ്ടമായ ഒരു കാര്യം, നമ്മൾ രണ്ടുപേരും അത്യാവശ്യം ഡയലോഗ് പഠിക്കുന്ന ആൾക്കാരായിരുന്നു. നമ്മളുടെ ടേക്സ് എനിക്ക് അറിയത്തില്ല, ഇവരുടെ അടുത്ത് തന്നെ ചോദിക്കണം നമ്മളെ കൊണ്ട് ഈസി ആയിരുന്നു എന്നുള്ളത്. എന്റെ ഓർമ്മയിൽ ഞങ്ങൾ അഭിനയിച്ച ഷോട്ടുകളൊക്കെയും ലെങ്തി സീനൊക്കെ ആയിരുന്നെങ്കിൽ പോലും നമ്മൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഡയലോഗ്സ് നമ്മൾ ആ വരാന്തയിലുള്ള ആ ഒരു സീനൊക്കെ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെയുള്ള ഡയലോഗ്സ് നമ്മൾ പറയുമായിരുന്നു. ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്നതിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു സുഖം തോന്നിയത് അത് ആ ഒരു ഫ്ലോ അങ്ങനെ ശരിക്കും കിട്ടാൻ വേണ്ടിയിട്ട് ആദ്യം മുതൽ അവസാനം വരെ എടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമ്മൾ നന്നായിട്ട് ഡയലോഗ് പ്രാക്ടീസ് ചെയ്ത് അത് എന്താ പറയുക, ആ ഒരു കൂട്ടിന്റെ കൂടെയാണ് നമ്മള് ഷോർട്ട് ടൈമിൽ അല്ലാത്ത സമയത്തുള്ള വർത്താനവും ആ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പയ്യന്നൂർ സൈഡിലുള്ള ഒരു നെല്ലിക്ക ഇട്ട ഒരു മീൻകറിയുടെ കാര്യമൊക്കെ പറഞ്ഞു തന്നു. അത് തരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ എനിക്ക് തന്നിട്ടില്ല. ഇപ്പോഴും എന്റെ പരാതിയാണ്. അല്ല, അതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഇവിടുന്ന് മീൻകറി കിട്ടി, കുഴപ്പമില്ല, അത് തരാൻ സമയത്ത്. അല്ല, അത് പിന്നെ അങ്ങനെ ഈ പറഞ്ഞാൽ തന്നെ നമ്മൾ മുമ്പ് ഇങ്ങനെ സംസാരിക്കും, ഡയലോഗ്സ് എല്ലാം പറഞ്ഞു നോക്കും. അപ്പം ഈ മൊത്തം ഡയലോഗ് പഠിച്ചിട്ട് തന്നെ അപ്പൊ നിഖില് പലപ്പോഴും പറയുന്ന മനോട്ട ചില തെറ്റിപ്പോകും. അപ്പൊ നിഖില് സമയത്തോട് ഡയലോഗ് പഠിച്ചിട്ട് പറഞ്ഞാൽ മതി വരും. കാരണം അങ്ങനെയുള്ള പോലെ എനിക്കും ഡയലോഗ് പഠിച്ച് പറയുന്നതാണ്. ഇതുപോലെ മോസ്റ്റ്ലി എല്ലാ സീൻസും ഫുൾ ഡയലോഗ് ഫുൾ സ്ട്രെച്ചിൽ പോയിട്ട് ഷൂട്ട് ചെയ്തേക്കണം. അപ്പോൾ ആക്ച്വലി എന്റെ ക്ലൈമാക്സിലുള്ള ഭയങ്കര നീളം സീക്വൻസ് ഉണ്ട്, ഒരു 10-15 മിനിറ്റ് വരുന്നത്. അത് മനോജേട്ടനും ഹക്കിമും അർജുനും കൂടെ ഫുൾ കാണാൻ ചെയ്തത്. അപ്പോൾ അങ്ങനെ അത് ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 15 മിനിറ്റിന് മുകളിൽ ആ സീക്വൻസ് നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഫുൾ അവർ കാണാതെ പഠിച്ചത്. അതുപോലെ തന്നെയാണ് എല്ലാ സീക്വൻസുകളും നമ്മൾ ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ടാണ് ആ ഫ്ലോ കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പോയിട്ടാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ
ഞങ്ങൾ പുതിയ ആൾക്കാർ അങ്ങനെ കുറച്ച് അറിവില്ലാതെ പല കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ ഇവർ മാനേജ് ചെയ്തത് ഞങ്ങളുടെ കൂടെ നിന്നിട്ട്. അതിന് എല്ലാ ആർട്ടിസ്റ്റുകളോടും ഞാനും എൻ്റെ റൈറ്റേഴ്സും DOP എഡിറ്റർ എല്ലാവരും താങ്ക്സ് പറയുന്നുണ്ട്. ഒന്ന് ഇപ്പൊ നമുക്ക് എപ്പോഴും സിനിമയുടെ നട്ടെല്ലെന്ന് പറഞ്ഞതിന്റെ സ്ക്രിപ്റ്റ് ആണ്. അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് രണ്ടുപേർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കൾച്ചറും ഭാഷയും കണ്ണൂരാണ്. അപ്പോൾ അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് അതാണ്. എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുമ്പോൾ അവിടുത്തെ ആക്ടേഴ്സ് എസ്പെഷ്യലി ഈ നമ്മൾ സിനിമയിലെ മെയിൻ കാസ്റ്റിംഗ് 4 പേർക്ക് ബാക്കി എല്ലാവരും കണ്ണൂരുകാരാണ്. അപ്പൊ അവിടെ തെയ്യത്തിന്റെയും നാടകത്തിന്റെയും ഇപ്പൊ മനോജനൊക്കെ വർഷങ്ങളോളം 20 വർഷത്തോളം അമച്ചർ നാടകമായിട്ട് ആ നാട്ടിൽ ജീവിച്ച മനുഷ്യൻ. അപ്പൊ മനോജന്റെ പൾസ് എന്താണോ, മനോജൻ നാടകം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സിനിമ എന്ന് പറയുമ്പോൾ കാണിക്കുന്ന അപ്രോച്ച് എന്താണോ അതേ അപ്രോച്ചിന് നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ എല്ലാ ആക്ടേഴ്സും കാണിച്ചേക്കുന്നത്. അത് കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലം ചൂസ് ചെയ്യുന്ന വലിയ റീസൺസിൽ ഒന്നാണ്. 2 അവിടുത്തെ നാട്ടുവഴികൾ, ഈ ചെങ്കല്ല് കൊണ്ടുള്ള അവിടുത്തെ ബിൽഡിങ്സ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് ആ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചത്. പാലായിൽ നിന്നും കണ്ണൂരിലേക്ക്. കണ്ണൂർ ആക്ച്വലി ഒരുപാട് പാലക്കാര് കുടിയേറി താമസിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് കണ്ണൂർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടുത്തെ നാട്ടുകാര് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞങ്ങളുടെ വല്യപ്പൻ അവിടെ നിന്നാണ്, കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ്, പാലായിൽ നിന്നാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കണക്ഷൻ പാലായുമായിട്ട് പറയും. എന്റെ ചില റിലേറ്റീവ്സ് ആ സൈഡിലുണ്ട്. ഇപ്പൊ കണ്ണൂര് എന്താ പറയുന്നത്, ഞാൻ 9th പഠിക്കുമ്പോഴായിരുന്നു സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഒക്കെ അവിടെ കണ്ണൂർ വെച്ച്. അപ്പൊ അങ്ങനെ പലപ്പോഴും ഇങ്ങനെ പോയിട്ടുള്ളതാണ്. പക്ഷെ ഒരു ഷൂട്ടിങ്ങിനായിട്ട് ആദ്യമായിട്ടാണ് പോകുന്നത്. നല്ല ആൾക്കാരായിരുന്നു, നല്ലൊരു സ്ഥലമായിരുന്നു. പിന്നെ മെയിൻലി ഒരു കണ്ണൂർ അസല് പയ്യന്നൂരുകാരനായിട്ട് എനിക്ക് ഇത്രയും ഒരു ഇന്ററാക്ഷൻ, ഒരു ആളെ എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത് മനോജേട്ടനാണ്. അപ്പം എന്റെ മനസ്സിലെ മനോജേട്ടൻ എന്ന് പറയുന്ന ആള് ഞാൻ കണ്ടു മനസ്സിലാക്കിയിട്ടുള്ള ആ മനുഷ്യനാണ് എനിക്ക് കണ്ണൂർ. Okay, any more questions? Mind ചെയ്യാം. So sadly അർജുന അശോകൻ ആൻഡ് മമത നമ്മൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. ബട്ട് അവരുടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. സോ പ്രണയവിലാസം ഇസ് ഓൺ ദ 4th week. അപ്പൊ നിങ്ങൾ ആരൊക്കെ തിയേറ്ററിൽ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും പോയി കാണുക, എൻജോയ് ചെയ്യുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നോട് ചോദിക്കുന്നിടത്തൊക്കെ ഞാൻ പറയാറുണ്ട്. ബോഡി ഷേവിങ് അതെ കുറേ പേർക്കും നേരിടുന്ന അല്ലെങ്കിൽ പലരും അതിന്റെ കോൺസിക്വൻസ് അറിയാത്ത ഒരു കാര്യമാണ്. അതിപ്പം എന്താ പറയാ, തടിച്ചതിനെപ്പറ്റി അല്ലെങ്കിൽ കുറച്ച് ബോഡിയിൽ കുറച്ച് ചേഞ്ചസ് വരുന്ന സമയത്ത് അതിനെപ്പറ്റി പലരും കമന്റ് പറയുമ്പോൾ എനിക്കിപ്പോ എൻ്റെ പരിചയമുള്ള ആൾക്കാർ തടിച്ചിരുന്ന വലിയ പലരും ചില സമയത്ത് ഭയങ്കര മോശമായിട്ടുള്ള കമന്റ് പറയുമ്പോൾ ഞാൻ തന്നെ ചില സമയത്ത് എൻ്റെ ബോഡിയിൽ ഞാൻ ഇൻസെക്യൂർഡ് ആയിരുന്ന ചില സമയങ്ങളിൽ അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമമാകാറുണ്ട്, അല്ലെങ്കിൽ അത് ഭയങ്കര എനിക്കത് ഹേർട്ട് ആവാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതൊരു എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് അറിയാത്തിടത്തോളം കാലം ഇങ്ങനെയുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ നിന്ന് നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ്. താങ്ക് യു. സോ പ്രണയവിലാസം തീർച്ചയായും തിയേറ്ററിൽ കാണാം. ഇറ്റ്സ് ഓൺ ദ 4th week. ഇറ്റ്സ് ആൻ ഓസം മൂവി. ഒരു നൊസ്റ്റാൾജിക് ലവ് ഇമോഷൻസ് ഒക്കെ ഒരു എന്താ പറയുക എല്ലാത്തിന്റെയും ഒരു മിക്സ്ചർ ആണ്. സോ ഗോ വാച്ച് ദ മൂവി. ഇന്നൊരു സ്പെഷ്യൽ ഷോ ഉണ്ട് at വനിത വിനീത at 7 PM. So please join us, support us. Thank you so much. Thank you media for coming. Thank you all.